അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശം എന്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെ അള്ളാഹു നന്മ ചെയ്യുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുകയും കോപം ലഭിക്കുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാനും അള്ളാഹുവിൻ്റെ കോപം ലഭിക്കാനും ഒക്കെ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു തആല പറയുന്ന ഒരു ആയത്ത് നോക്കൂ, കുൽ ഇൻ തുഖ്ഫു മാ ഫീ സുദൂരിക്കും. നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മറച്ചു വെക്കുന്നത് ഔ തുബ്ദു, അല്ലെങ്കിൽ നിങ്ങൾ വെളിവാക്കുന്നത് യഅലമുല്ലാഹ്, അല്ലാഹ് അറിയും. നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നത്, നിങ്ങൾ പരസ്യമാക്കുന്നതും അള്ളാഹു തആല അറിയും. കാരണം അള്ളാഹുവിൻ്റെ നോട്ടം നമ്മുടെ ഹൃദയത്തിലേക്കാണ്. നമ്മൾ എത്രത്തോളം സൗന്ദര്യമുണ്ടെന്നോ, എത്രത്തോളം നമ്മൾ തടിയുണ്ടെന്നോ, നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്നോ, നീളം എങ്ങനെയാണോ, ഇതൊന്നും അള്ളാഹു തആല പരിഗണിക്കണില്ല. അതിൻ്റെയൊക്കെ ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നല്ലാതെ അതുകൊണ്ട് അള്ളാഹു തആല പ്രത്യേകമായിട്ടൊരു പ്രതിഫലം നമുക്ക് തരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞൊരു ഹദീസ്, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളെ ഈ ശരീരങ്ങളിലേക്ക്, നിങ്ങളെ ഈ ബോഡിയിലേക്ക് അള്ളാഹു നോക്കണില്ല. അള്ളാഹു നോക്കണില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് അള്ളാഹു പരിഗണിക്കണില്ല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ ആകൃതിയിലേക്കോ നിങ്ങളുടെ ഈ ഷേപ്പിലേക്കോ അള്ളാഹു നോക്കണില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹുവിൻ്റെ നോട്ടം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എത്രത്തോളം നന്മ ആഗ്രഹിക്കുന്നു അതാണ് അള്ളാഹു തആല നോക്കുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശം കൊണ്ടാണ്, നിയ്യത്തനുസരിച്ചാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവா. ഏതൊരു മനുഷ്യനും അവൻ ഉദ്ദേശിക്കുന്നത് അവനുണ്ട്. നന്മ ഉദ്ദേശിച്ചാൽ അതുണ്ട്, തിന്മ ഉദ്ദേശിച്ചാൽ അതുണ്ട്. എന്നാൽ അള്ളാഹു തആല, അള്ളാഹുവിൻ്റെ റസൂൽ വിശദീകരിച്ചു, ഫമൻ കാനത് ഹിജ്റതു ഇലല്ലാഹി വറസൂലി. ഒരാളുടെ പാലായനം അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് അവൻ്റെ പാലായനം. അത് അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്നതാണ്, അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. ഇപ്പം നമുക്ക് പാലായനമില്ല. ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, ലാ ഹിജ്റത ബഅദൽ ഫത്ത്. മക്കം ഫത്ത് ആയ ശേഷം നിങ്ങൾ ഹിജ്റ പോകേണ്ടതില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് കാണാം. വമൻ കാനത് ഹിജ്റതു ലിദുന്യ യുസിബുഹ. എന്നാൽ ദുന്യാവിന് വേണ്ടിയിട്ടാണ് ഒരാൾ പാലായനം ചെയ്യുന്നതെങ്കിലോ അതവന് കിട്ടും. യുസിബുഹ, അതവന് കിട്ടും. ഇമ്രാഅത്തിൻ, ഒരു സ്ത്രീയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാൾ പാലായനം ചെയ്യുന്നതെങ്കിലോ യങ്കിഹുവ, ആ പെണ്ണിനെ അവനിക്ക് വിവാഹം കഴിക്കാം. അപ്പോൾ ഫൈജറത്തു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിലേക്കാണോ അവൻ്റെ പാലായനം അതായിരിക്കും അവനിക്ക് ലഭിക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും ആഗ്രഹിച്ചുകൊണ്ടും ലക്ഷ്യം വെച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ടുമാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടും. അപ്പം നമ്മളെ ഉദ്ദേശം എന്താണോ അതാണ് അള്ളാഹു തആല സ്വീകരിക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് കാണാം. അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ഹദീസ് സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്.
ഇദൽതഖൽ മുസ്ലിമാനി ബിസൈഫിഹിമ, രണ്ട് മുസ്ലിങ്ങൾ വാളുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, രണ്ടാളും നരകത്തില, കൊന്നവനും നരകത്തില, കൊല്ലപ്പെട്ടവനും നരകത്തില. അപ്പം സഹാബത്ത് ചോദിച്ചു, കുൽനായ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂലെ, ഹാദിൽ ഖാതിലു, ഈ കൊലയാളി നരകത്തിലാണ്, ഫമ ബാലുൽ മഖ്തൂലു, കൊല്ലപ്പെട്ടവൻ എന്താണ്, അവൻ നിരപരാധിയല്ലേ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി, അവൻ തൻ്റെ സുഹൃത്തിനെ കൊല്ലാൻ ആഗ്രഹിച്ചവനായിരുന്നു. പക്ഷേ അവനക്ക് സാഹചര്യം കിട്ടിയില്ല. ആ സാഹചര്യം മറ്റവൻ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ടാണത് നടക്കാതെ പോയത്. ഇല്ലെങ്കിൽ തിരിച്ച് ഈ മനുഷ്യൻ അവനെ കൊല്ലുമായിരുന്നു. അപ്പോൾ ഇവനും നരകം കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ ലക്ഷ്യം, മനസ്സിൻ്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണ്? മറ്റവനെ കൊല്ലണമെന്നാണ്. രണ്ടാളുടെ ഉദ്ദേശം അതാണ്. അപ്പോൾ ആ ഉദ്ദേശത്തിനനുസരിച്ച് ഒരാളെ കൊല്ലുന്നത് നരകത്തിൽ ശിക്ഷ കിട്ടുന്ന, നരകം ലഭിക്കുന്ന ഒരു തെറ്റാണ്. അപ്പോൾ അത് അവർക്ക് ലഭിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ ഒരു തെറ്റായൊരു ചിന്ത ഒരു മുസ്ലിമിനുണ്ടാകാൻ പാടില്ല. ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്നും ഉദ്ദേശിക്കാൻ പാടില്ല. നമ്മൾ സ്വതക്ക ചെയ്യുമ്പോൾ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അതിന് കൂലിയില്ല. അതാണ് ഇതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. അപ്പോൾ നമ്മുടെ നാടിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ വീട് താമസങ്ങൾ, മറ്റുള്ള സന്തോഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗിഫ്റ്റുകൾ കൈമാറുന്നുണ്ട്. അവിടങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതെനിക്ക് തിരിച്ച് ഇതിലേറെ ലഭിക്കും, ഇനി ഞാൻ ഇങ്ങനെ കൊടുത്താൽ ഇതിലേറെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നത് എന്നുള്ള ഉദ്ദേശം വെക്കാൻ പാടില്ല. നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മളവിടെ ലക്ഷ്യമാക്കേണ്ടത്, എൻ്റെ സുഹൃത്തിനെ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരനെ, എൻ്റെ അയൽവാസിയെ ഞാൻ സഹായിക്കുകയാണ്, ഞാൻ അവനക്കൊരു സമ്മാനം കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ദേശം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ആഗ്രഹിക്കാവൂ. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് ആർക്ക് കൊടുത്താലും അതിൻ്റെ കൂലി കിട്ടും. മുസ്ലിമിന് കൊടുത്താലും കിട്ടും, അമുസ്ലിമിന് കൊടുത്താലും കിട്ടും. പക്ഷേ നമ്മുടെ ലക്ഷ്യം അവിടെ തെറ്റാൻ പാടില്ല. തിരിച്ച് അതിലേറെ മെച്ചമായത് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉദ്ദേശത്തിനനുസരിച്ച് കൊണ്ടാണ് അള്ളാഹു താല പ്രതിഫലം നൽകുന്നത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന അറിവുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഷെയർ ചെയ്യുകയും നിങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യണം. നിങ്ങളിതിനെ പിന്തുടരണം. ഇൻഷാ അള്ളാ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകളൊക്കെ ഇൻഷാ അള്ളാ ഓരോ ദിവസങ്ങളിൽ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.